ഗുഡ് മോർണിംഗ് ഓൾ. സമഗ്ര അക്കാദമിയുടെ HSA ഫിസിക്കൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ HSA ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. കൂടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സിലബസ് ഒന്ന് നോക്കാം. നമ്മുടെ ഫിസിക്കൽ സയൻസ് HSA ഫിസിക്കൽ സയൻസ് എക്സാം 100 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ സിലബസിൽ 2 പാർട്ടായിട്ടാണ് സിലബസ് വന്നിട്ടുള്ളത്. പാർട്ട് എയിൽ 3 മൊഡ്യൂളുകളുണ്ട്. ആ പാർട്ട് എയിൽ വരുന്നത് റെനൈസൻസ്, പിന്നെ ജനറൽ നോളജും കറണ്ട് അഫെയർസും, പിന്നെ നമ്മൾ BEdന് പഠിച്ച മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് എയിൽ വരുന്നത്. ഇനി പാർട്ട് ബിയിൽ വരുന്നത് പാർട്ട് ബിയിലാണ് നമ്മുടെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും പോർഷൻ വരുന്നത്. എൻ്റെ പേര് അക്ഷയ. ഞാൻ സമഗ്ര അക്കാദമിയിൽ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. അപ്പോൾ പാർട്ട് ബിയിലുള്ള കെമിസ്ട്രി പോർഷൻസ് നമുക്കൊന്ന് സിലബസിൽ നോക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ ടോട്ടൽ 8 മൊഡ്യൂളാണുള്ളത്. അതിൽ ആദ്യത്തെ 4 മൊഡ്യൂൾ വരുന്നത് ഫിസിക്സ് പോർഷനിലാണ്. ബാക്കിയുള്ള 4 മൊഡ്യൂൾസ് വരുന്നത് കെമിസ്ട്രിയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മൊഡ്യൂൾ 5ൽ ആദ്യം തന്നെ വരുന്ന ടോപ്പിക്ക് ഐഗൺ ഫങ്ഷൻസ്, ഐഗൺ വാല്യൂസ്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പോർഷനാണ് മൊഡ്യൂൾ 5ൽ വരുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏരിയ ആണ് മൊഡ്യൂൾ 5ൽ വരുന്നത്. ഇനി പിന്നെ അതിലേക്ക് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, അതുപോലെ തന്നെ റേഡിയൽ ആൻഡ് ആംഗുലാർ ഫംഗ്ഷൻ തുടങ്ങിയ ക്വാണ്ടം മെക്കാനിക്സിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് സ്പെക്ട്രോസ്കോപ്പീൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. പിന്നെ ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയിലുള്ള തന്നെ സോളിഡ്സ്, സൊല്യൂഷൻ, അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ വോളിയോമെട്രി, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ആ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ ക്രൊമാറ്റോഗ്രാഫി, പിന്നെ കുറച്ച് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്, അവയുടെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ പൊല്യൂഷനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ്. ഇത്രയാണ് മൊഡ്യൂൾ 5ൽ വരുന്നത്. ഇനി മൊഡ്യൂൾ 6ൽ വരുന്നത് അതും ഇനോർഗാനിക്കിൻ്റെ ഏരിയ ആണ് മൊഡ്യൂൾ 6 കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രിൻസിപ്പിൾസ്, ഇതൊക്കെയാണ് മൊഡ്യൂൾ 6നകത്ത് വരുന്നത്. ഓക്കെ, മൊഡ്യൂൾ 6ൽ അതുപോലെ തന്നെ മൊഡ്യൂൾ 6ൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കെമിക്കൽ ബോണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഈ ഒരു ഏരിയയിൽ കാണുന്നുണ്ട്. കെമിക്കൽ ബോണ്ടിങ്, ഹൈബ്രിഡൈസേഷൻ, മോളിക്കുലർ ഓർബിറ്റൽ തിയറി തുടങ്ങിയ കുറച്ച് കെമിക്കൽ ബോണ്ടിങ്ങിലെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ പീരിയോഡിക് ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മൊഡ്യൂൾ 6ൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ കോർഡിനേഷൻ കെമിസ്ട്രി, ആ ഒരു കോർഡിനേഷൻ കെമിസ്ട്രി ഏരിയയിലുള്ള കുറച്ച് കോമ്പൗണ്ട്സ്, അവരുടെ പ്രത്യേകതകൾ, ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്, ഇവയെക്കുറിച്ച് ആ ഒരു പോർഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ റേഡിയോ ആക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൊഡ്യൂൾ 6ൽ വരുന്നത്. ഇനി മൊഡ്യൂൾ 7ൽ നോക്കുകയാണെങ്കിൽ അതിലും ഫിസിക്കൽ കെമിസ്ട്രിയിൽ കുറച്ച് പോർഷൻസ് ആണ് അതിൽ കൂടുതലായിട്ടും വരുന്നത്. അതിൽ വരുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, അതുപോലെ തെർമോഡൈനാമിക്സിൻ്റെ ഏരിയ, അതുപോലെ ഇക്വിലിബ്രിയം, കെമിക്കൽ കൈനറ്റിക്സ്, റേറ്റ് ഓഫ് റിയാക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ ഫോട്ടോ സിന്തസിസിനെ പറ്റി, ഫോട്ടോ കെമിസ്ട്രി, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അതുപോലെ സർഫസ് കെമിസ്ട്രി റിലേറ്റഡ് ഏരിയ ആയിട്ടുള്ള അബ്സോർപ്ഷൻ, കൊളോയിഡ്സ്, അവയെക്കുറിച്ചും തെർമോഡൈനാമിക്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലുള്ള ഫേസ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി, ആ ഒരു ഏരിയയും മൊഡ്യൂൾ 7ൽ നമുക്ക് കാര്യമായിട്ട് നോക്കി പോവാനുണ്ട്. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ 8ൽ വരുന്നത് ഓർഗാനിക് കെമിസ്ട്രീൻ്റെ പോർഷൻസ് ആണ്. ഓർഗാനിക് കെമിസ്ട്രി, അതുപോലെ തന്നെ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള റിയാക്ഷൻസ്, അതുപോലെ അതിൻ്റെ കുറച്ച് തിയറീസ്, മെക്കാനിസംസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 8ൽ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ട് നമുക്ക് 20 മാർക്ക് ജനറൽ ടോപ്പിക്കിലാണ് വരുന്നത്. ബാക്കി 40 മാർക്കാണ് നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിയുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാനുള്ളത്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. മെയിനായിട്ടും നമ്മൾ അതായത് NCERT ടെക്സ്റ്റ് +1 +2 ടെക്സ്റ്റുകൾ റെഫർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ സിലബസിൻ്റെ കുറേ ഭാഗം നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് +1 +2 പഠിക്കാനുള്ള ഒരുപാട് ടോപ്പിക്ക് അതേപോലെ തന്നെ നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ക്വാണ്ടം മെക്കാനിക്സ്, അതുപോലെ തന്നെ ഫോട്ടോ കെമിസ്ട്രി തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച കുറച്ച് പോർഷൻ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ HSA ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് HSA ഫിസിക്കൽ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ HSA ഫിസിക്കൽ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. 2016 നടന്ന HSA ഫിസിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 132/2016 എന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്കതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ദ്വയാറ്റോമിക തന്മാത്രയിൽ ഡാഷ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. ഒരു ദ്വയാറ്റോമിക തന്മാത്രയിൽ ഡാഷ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻസ് A 5, ഓപ്ഷൻ B 3, ഓപ്ഷൻ C 7, ഓപ്ഷൻ D 1. അപ്പോൾ ഒരു ദ്വയാറ്റോമിക തന്മാത്രയിൽ ഡാഷ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുമ്പോൾ, വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അറിയണം എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് നമുക്കറിയണം അല്ലേ. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്നാണ് നോക്കുന്നത്. അതായത് ഒരു തന്മാത്രയുടെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ അവസ്ഥ, അവരുടെ മോഷൻ, ചലനം, ഇതൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്ററാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഒരു തന്മാത്ര അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ചലനത്തെക്കുറിച്ച്, അതെങ്ങനെയാണ്, അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ, അതെങ്ങനെയാണ്, ഏത് പ്ലെയിനിലാണ് നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്ററാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. 3 തരം ഡിഗ്രി ഓഫ് ഫ്രീഡം ആണുള്ളത്: ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ 3 തരം ഡിഗ്രി ഓഫ് ഫ്രീഡം ആണുള്ളത്: ട്രാൻസ്ലേഷണൽ, റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഏകാറ്റോമിക തന്മാത്രയുടെ കേസിലാണ്. അപ്പോൾ ഈ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ ഒരു ആറ്റം പ്ലെയിനിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് തുടങ്ങിയ 3 ആക്സിസിൽ എവിടെ വേണമെങ്കിലും അതിൽ നിൽക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു ആറ്റം അതൊരു 3 ഡയമെൻഷണൽ സ്പേസിലാണുള്ളത്. അപ്പോൾ അതിന് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് എന്നീ 3 പ്ലെയിനിൽ എവിടെ വേണമെങ്കിലും അതിന് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 ആക്സിസിലായിട്ട് നിൽക്കാൻ പറ്റും. സോ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നത് എത്രയൊക്കെ ആക്സിസിൽ അതിന് അറേഞ്ച് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടോ അതാണ് ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ അത് എത്രയാണ് വരുന്നത്? 3 ആക്സിസിലുണ്ട്, അപ്പോൾ 3 ആണ് വരുന്നത്. അപ്പോൾ ഏകാറ്റോമിക തന്മാത്രയുടെ കേസിൽ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. അതിലെ ആറ്റത്തിന് എക്സ്, വൈ, സെഡ് എന്നിങ്ങനെ 3 ആക്സിസിലായിട്ട് അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനിയാണ് റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ആറ്റം ഏത് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ ഒരു റൊട്ടേഷൻ എത്ര എണ്ണം ഉണ്ട്, അതാണ് നമ്മൾ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 0 ആണ്. ഏകാറ്റോമിക തന്മാത്രയുടെ കേസിൽ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. എന്തുകൊണ്ട് അത് 0 ആവുന്നത്? അതായത് ഈ ഏകാറ്റോമിക തന്മാത്രയിൽ ഒറ്റ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒറ്റ ഒരു ആറ്റമാണുള്ളത്, അതിന് പ്രത്യേകിച്ച് ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. സോ അതിന്റെ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. ഇനി വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡോ, അതായത് പ്രത്യേകിച്ച് ഒരു ആക്സിസിൽ ഈ ഒരു ഏകാറ്റോമിക തന്മാത്രയ്ക്ക് വൈബ്രേറ്റ് ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ട് അവയുടെ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും 0 ആണ്. അപ്പോൾ ഒരു ഏകാറ്റോമിക തന്മാത്ര എടുക്കുകയാണെങ്കിൽ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും 0 ആണ്. ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അത് 3 ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ദ്വയാറ്റോമിക തന്മാത്രയുടെ കേസ് നോക്കാം. ഓക്കെ, ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറയുമ്പോൾ അതിൽ എത്ര ആറ്റം ഉണ്ടാവും? ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറയുമ്പോൾ 2 ആറ്റം ഉണ്ടാവും അല്ലെ. ഒരു ദ്വയാറ്റോമിക തന്മാത്രയിൽ 2 ആറ്റം ആണ് ഉണ്ടാവുന്നത്. കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. 2 ആറ്റം ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ദ്വയാറ്റോമിക തന്മാത്രയിൽ 2 ആറ്റം ഉണ്ടാവും. ഈ 2 ആറ്റം
എങ്ങനെയാണ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ആയിട്ട് തന്നെ എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസ് അങ്ങനെ 3 ആക്സിസിലായിട്ട് അതിന് എവിടെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് തന്നെ ദ്വയാറ്റോമിക തന്മാത്രയിലും ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ദ്വയാറ്റോമിക തന്മാത്രയിൽ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 3 ആണ്. കാരണം അതിലെ ആറ്റത്തിന് എക്സ് വൈ സെഡ് എന്ന രീതിയിൽ 3 രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഒരു ദ്വയാറ്റോമിക തന്മാത്രയിൽ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു ദ്വയാറ്റോമിക തന്മാത്രയിൽ 2 ആറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ 2 ആറ്റത്തിന് 2 രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇമേജിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഈ ഒരു ആറ്റത്തിന് ഈ ഒരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലൊന്ന് കറങ്ങാനും കൂടെ പറ്റും. അപ്പോൾ 2 രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം. അതായത് ഈ ഒരു മുകളിലത്തെ പിക്ചറിൽ കാണുന്നുണ്ട് എക്സ് ആക്സിസിൽ വെച്ചിട്ട് അതിന് റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ സെഡ് ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യാം. അതായത് വൈ ആക്സിസിൽ നിൽക്കുന്ന ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണെങ്കിൽ അതിൽ എക്സ് ആക്സിസിന്റെ ബേസിൽ റൊട്ടേറ്റ് ചെയ്യാം, സെഡ് ആക്സിസിന്റെ ബേസിലും റൊട്ടേറ്റ് ചെയ്യാം. അതായത് ദ്വയാറ്റോമിക തന്മാത്രയുടെ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണെന്ന് നമുക്ക് പറയാം. 2 രീതിയിൽ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അതിന്റെ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെയാണ് വരുന്നത്? വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈ ഒരു ദ്വയാറ്റോമിക തന്മാത്രയിൽ 2 ആറ്റം ആണുള്ളത്. അത് ലീനിയർ രീതിയിൽ അതിന് വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? ലീനിയർ രീതിയിൽ അതിന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിന്റെ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആണെന്ന് പറയാം. ഒരു രീതിയിലാണ് അതിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. അപ്പോൾ ദ്വയാറ്റോമിക തന്മാത്രയിലെ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3, റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 2, വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 1. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ത്രയാറ്റോമിക തന്മാത്ര അല്ലെങ്കിൽ ഒരു ബഹു അറ്റോമിക തന്മാത്രയിൽ നോക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും. കാരണം 3 ആക്സിസിലായിട്ട് അത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം പറയുകയാണെങ്കിൽ അത് നമുക്ക് 2 ടൈപ്പ് മോളിക്യൂൾ വെച്ച് പറയാം. അതായത് ലീനിയർ മോളിക്യൂളും നോൺ ലീനിയർ മോളിക്യൂളും. ഓക്കെ, ലീനിയർ മോളിക്യൂളും നോൺ ലീനിയർ മോളിക്യൂളും. അപ്പോൾ ഈ ലീനിയർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെ എടുക്കാം? എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, അപ്പോൾ ഒരു കാർബൺ ആറ്റം 2 ഓക്സിജൻ ആറ്റം, ഇങ്ങനെയാണ് ലീനിയർ മോളിക്യൂൾ വരുന്നത്. അപ്പോൾ ഈ ഒരു മോളിക്യൂളിനെ നോക്കുവാണെങ്കിൽ ഇത് എന്തിന് സിമിലർ ആണ്? അതായത് ഒരു ഡയ ആറ്റോമിക മോളിക്യൂളിന് സിമിലർ ആണ് അല്ലെ? ഒരു ആക്സിസിൽ 3 ആറ്റം ഇവിടെ ഉണ്ട്, പക്ഷെ ലീനിയർ ആകുമ്പോൾ അത് ഡയാറ്റോമിക് മോളിക്യൂളിന് സിമിലർ ആയിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു കേസിൽ അതായത് ബഹു അറ്റോമിക മോളിക്യൂളുകളുടെ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ, അതായത് നേരെ ലീനിയർ ആയിട്ട് വരുന്ന മോളിക്യൂളുകളാണെങ്കിൽ അവയുടെ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആയിരിക്കും. റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആയിരിക്കും. ഇനി ഇവയുടെ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അതിനേക്കാളും മുന്നേ നോൺ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ അത് റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആയിരിക്കും. ഇനി നോൺ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, നോൺ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ അത് എക്സ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാം, വൈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാം, സെഡ് ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യാം. 3 രീതിയിൽ അവയ്ക്ക് റൊട്ടേറ്റ് ചെയ്യാം. സോ നോൺ ലീനിയർ ആണെങ്കിൽ അതിന്റെ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആയിരിക്കും. അപ്പോൾ ബഹു അറ്റോമിക തന്മാത്രയിൽ ലീനിയർ ആണെങ്കിൽ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 2ഉം നോൺ ലീനിയർ ആണെങ്കിൽ 3ഉം ആയിരിക്കും. ഇനി ബഹു അറ്റോമിക തന്മാത്രയുടെ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനായിട്ട് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ 3n-5 എന്നതും നോൺ ലീനിയർ ആണെങ്കിൽ 3n-6 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ലീനിയർ ആണെങ്കിൽ 3n-5, നോൺ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ 3n-6. അപ്പോൾ ഈ n എന്ന് പറയുന്നത് അതിലെ നമ്പർ ഓഫ് ആറ്റം ആണ് n എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ആണ് n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു ലീനിയർ മോളിക്യൂൾ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ മോളിക്യൂൾ ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ C ഡബിൾ ബോണ്ട് O ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതൊരു ലീനിയർ മോളിക്യൂൾ ആണ്. അപ്പോൾ ലീനിയർ മോളിക്യൂളിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3n-5 ആണ്.
അപ്പോൾ ഇതിൽ എത്ര ആറ്റം ആണുള്ളത്? 3. സോ 3 × 3 - 5 = 4. അതായത് ലീനിയർ മോളിക്യൂളായ കാർബൺ ഡൈ ഓക്സൈഡിന് 4 വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേപോലെ നമുക്ക് നോൺ ലീനിയർ മോളിക്യൂളിൻ്റെയും കണ്ടുപിടിക്കാം. നോൺ ലീനിയർ മോളിക്യൂൾ ആകുമ്പോൾ ഇക്വേഷൻ 3n - 6 എന്ന രീതിയിൽ മാറുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം അല്ലേ. നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ദ്വയാറ്റോമിക തന്മാത്രയിൽ എത്ര റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ആകെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും ആഡ് ചെയ്താൽ മതി. അപ്പോൾ ദ്വയാറ്റോമിക മോളിക്യൂളിലെ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3ഉം റൊട്ടേഷൻ 2ഉം ആണ്. സോ ടോട്ടൽ 5 എന്ന് നമുക്ക് ആൻസർ വരും. ഇതേ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഇക്വേഷൻ കൂടെ വെച്ച് നമുക്ക് ചെയ്യാം. അതായത് ആകെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ 3n - m എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, 3n - m. അതിൽ n എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ എത്ര ആറ്റം ഉണ്ടെന്നാണ് n എന്ന് ഉദ്ദേശിക്കുന്നത്. m എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ അതെന്താണ് നോക്കാം. അതായത് ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ ഈ ഒരു 2 ആറ്റം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ m വാല്യൂ, അതായത് നമ്പർ ഓഫ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഇതിലെ ഈ ഒരു ആറ്റത്തിന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എത്ര തടസ്സം ഉണ്ട് എന്നതാണ് ഈ നമ്പർ ഓഫ് കൺസ്ട്രെയിൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആറ്റത്തിന് റൊട്ടേറ്റ് ചെയ്യാൻ ഇവിടെ ഒറ്റൊരു തടസ്സമേ ഉള്ളൂ, അതായത് ഈ ഒറ്റൊരു ആറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ ദ്വയാറ്റോമിക തന്മാത്രയിലെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻ അല്ലെങ്കിൽ ഈ ഒരു m വാല്യൂ എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഈ ഒരു ആറ്റത്തിന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ ആകെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ 3 × 2 - 1 എന്ന് നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് 3 × 2 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം, 1 എന്ന് പറയുന്നത് അവിടെ അതിനുള്ള തടസ്സം, നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ 3 × 2 - 1 = 5. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് വരുന്നത്? ഒരു ദ്വയാറ്റോമിക മോളിക്യൂളിലുള്ള ആകെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദ്വയാറ്റോമിക തന്മാത്രയിലെ ഡാഷ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. ആൻസർ എത്രയാണ്? ആൻസർ 5 ആണ് വരുന്നത്. ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ഫോട്ടോണിന്റെ റെസ്റ്റ് മാസ് ഡാഷ് ആണ്. ഒരു ഫോട്ടോണിന്റെ റെസ്റ്റ് മാസ് ഡാഷ് ആണ്. ഓപ്ഷൻ എ 9.1 × 10⁻³ കിലോഗ്രാം, ബി 9.1 × 10⁻31 കിലോഗ്രാം, സി 0, ഡി 9.1 × 10⁻27 കിലോഗ്രാം. അപ്പോൾ ഒരു ഫോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോൺ എന്ന് പറയുന്നത് എനർജി പാക്കറ്റുകളാണ്, അല്ലെങ്കിൽ ലൈറ്റ് എനർജിയാണ് ഈ ഫോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോട്ടോൺ എന്ന് പറയുന്നത് എനർജി പാക്കറ്റുകളാണ്. അവയ്ക്കൊരു എനർജി ഉണ്ടാവും, അവയ്ക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു വെലോസിറ്റി ഉണ്ടാവും, അവയ്ക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നവയാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. പക്ഷേ അവയുടെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഫോട്ടോണിന്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ഫോട്ടോണിന്റെ റെസ്റ്റ് മാസ് ഡാഷ് ആണ്. ഒരു ഫോട്ടോണിന്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. ഓക്കെ, 0 ആയിരിക്കും. ഫോട്ടോണിന്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡാവിസൺ ആൻഡ് ജെർമർ പരീക്ഷണം വഴി എന്തിന്റെ വേവ് നേച്ചർ ആണ് ഉറപ്പിക്കപ്പെട്ടത്? ഡാവിസൺ ആൻഡ് ജെർമർ പരീക്ഷണം വഴി എന്തിന്റെ വേവ് നേച്ചർ ആണ് ഉറപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻ എ പ്രോട്ടോൺ, ബി ന്യൂട്രോൺ, സി ഇലക്ട്രോൺ, ഡി ഗാമ പാർട്ടിക്കിൾ. അപ്പോൾ ഡാവിസൺ ആൻഡ് ജെർമർ പരീക്ഷണം എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡാവിസൺ ആൻഡ് ജെർമർ പരീക്ഷണം എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട് അല്ലെ. ഡി ബ്രോഗ്ലിന്റെ ഹൈപ്പോത്തിസിസിൽ പറയുന്നത് എല്ലാ പാർട്ടിക്കിളിനും വേവ് നേച്ചർ കാണിക്കുന്നുണ്ട്. ഇലക്ട്രോൺ, പ്രോട്ടോൺ പോലെയുള്ള പാർട്ടിക്കിളും തുടങ്ങി എല്ലാ പാർട്ടിക്കിളും, മൈക്രോ ആയിട്ടുള്ളതും മാക്രോ ആയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാർട്ടിക്കിളും വേവ് നേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രോണും വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നൊരു കൺസെപ്റ്റ് ഡി ബ്രോഗ്ലി കൊണ്ടുവന്നു. അപ്പോൾ ആ ഡി ബ്രോഗ്ലിയുടെ ഹൈപ്പോത്തിസിസിനെ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാവിസൺ ആൻഡ് ജെർമർ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. അതാണ് ഡാവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു എക്സ്പെരിമെന്റിലെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ്. അപ്പോൾ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു ഏരിയ ഉണ്ട്,
പിന്നെ ഇതൊരു ഇലക്ട്രോൺ ഗണ്ണാണ്, ഇവിടെ നിന്നും ഇലക്ട്രോൺ ഇജക്ട് ചെയ്യും. ഈ കൊടുത്തിട്ടുള്ള ഈ ബ്ലൂ കളറിലുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു നിക്കൽ പ്ലേറ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഡിറ്റക്ടർ അല്ലെങ്കിൽ കലക്ടർ വെച്ചിട്ടുണ്ട്, അവിടുന്ന് ഗാൽവനോമീറ്ററിലേക്ക് കണക്ഷൻ പോകുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും ഇലക്ട്രോൺ ഇജക്ട് ചെയ്യും, അത് നിക്കൽ പ്ലേറ്റിൽ വന്ന് ഹിറ്റ് ചെയ്യും, പിന്നെ ഇങ്ങോട്ടേക്ക് ഡിഫ്രാക്ട് ചെയ്ത് വരും. അപ്പോൾ ഇതൊരു ഡിഫ്രാക്റ്റഡ് ഇലക്ട്രോൺ ബീമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തപ്പോൾ ഇവിടെ ഡിഫറെന്റ് വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്തു, ഈ എക്സ്പെരിമെന്റ് നടത്തി. അപ്പോൾ ഓരോ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ, ഈ ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഒരു 54 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് എത്തിയപ്പോൾ ഇവിടെയുള്ള ആംഗിൾ 50 ഡിഗ്രി ആയി. വോൾട്ടേജ് 54 എന്ന് കൊടുത്തപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ഡിഫ്രാക്റ്റഡ് ആംഗിൾ 50 ഡിഗ്രി ആയി. ആ ഒരു കേസിൽ ഇതിന്റെ ഒരു ഗ്രാഫ് അവർ പ്ലോട്ട് ചെയ്തപ്പോൾ, അതായത് ആംഗിൾ വെച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ മാക്സിമം ഇന്റൻസിറ്റി ഉള്ള ഇലക്ട്രോൺ ബീമാണ് അവിടെ വന്നതായിട്ട് കണ്ടത്. അതായത് ആംഗിൾ 50 ഡിഗ്രി ആയ കേസിൽ മാക്സിമം ഇന്റൻസിറ്റിയിൽ ഇലക്ട്രോൺ ബീമാണ് കളക്ടറിലേക്ക് വന്നതായിട്ട് കണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്റൻസിറ്റി ഉണ്ടാവുന്നതിന്റെ കാരണം ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺ ബീമുകൾ തമ്മിൽ ഇന്റർഫിയർ ചെയ്തിട്ടാണ് മാക്സിമം ഇന്റൻസിറ്റി ഉള്ള ഒരു ഇലക്ട്രോൺ ബീം അവിടെ കാണാൻ വേണ്ടി പറ്റിയത്. മാക്സിമം ഇന്റൻസിറ്റി വന്നത് എങ്ങനെയാണ്? ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺ ബീം എന്ത് ചെയ്തു? ഇന്റർഫിയർ ചെയ്തു. അപ്പോൾ കൂടിച്ചേർന്നു അല്ലെ. അപ്പോൾ ഇങ്ങനെ കൂടിച്ചേരണമെങ്കിൽ ആ വന്നത് എന്തായിരിക്കും? ഒരു വേവ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ പിന്നീട് ചെയ്തത്, ഈ ഒരു എക്സ്പെരിമെന്റ് വഴി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഡി ബ്രോഗ്ലി ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ച വേവ് ലെങ്ത്തിന്റെ സെയിം വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഡി ബ്രോഗ്ലി ഇക്വേഷനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഡാവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് വഴി സാധിച്ചു. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു, തുടർന്ന് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഡി ബ്രോഗ്ലി ഇക്വേഷൻ ഇട്ട് നമ്മൾ ഇലക്ട്രോണിന്റെ മാസും വെലോസിറ്റി ഒക്കെ കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ അതേ വാല്യൂ ആണ് കിട്ടിയത്. സോ അതിൽ നിന്നും ഈ ഒരു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്, അതായത് ഡി ബ്രോഗ്ലിയുടെ ഹൈപ്പോത്തിസിസ് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇവിടെ എന്തിനെയാണ് ഇവർ അനലൈസ് ചെയ്തത്? ഇലക്ട്രോൺ ബീമിനെയാണ് ഇവിടെ അനലൈസ് ചെയ്തത് അല്ലെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? അതെ, ഡാവിസൺ ആൻഡ് ജെർമർ പരീക്ഷണം വഴി എന്തിന്റെ വേവ് നേച്ചർ ആണ് ഉറപ്പിക്കപ്പെട്ടത് എന്നാണ് നമ്മുടെ ചോദ്യം അല്ലെ. എന്തിന്റെ വേവ് നേച്ചർ ആണ് ഉറപ്പിക്കപ്പെട്ടത്? ഡാവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് വഴി എന്തിന്റെ വേവ് നേച്ചർ അപ്പോൾ ഉറപ്പിക്കപ്പെട്ടത്? അതെ, ഇലക്ട്രോണിന്റെ വേവ് നേച്ചർ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് അല്ലെ. അപ്പോൾ ഡാവിസൺ ആൻഡ് ജെർമർ പരീക്ഷണം വഴി ഇലക്ട്രോണിന്റെ വേവ് നേച്ചർ ആണ് ഉറപ്പിക്കപ്പെട്ടത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: പാർട്ടിക്കിളിന്റെ മാസ് കുറയും തോറും ഡി ബ്രോഗ്ലി തരംഗദൈർഘ്യം എ കുറയുന്നു, ബി വ്യത്യാസപ്പെടുന്നില്ല, സി കുറഞ്ഞിട്ട് കൂടുന്നു, ഡി കൂടുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: പാർട്ടിക്കിളിന്റെ മാസ് കുറയും തോറും ഡി ബ്രോഗ്ലി തരംഗദൈർഘ്യം കുറയുന്നു, ബി വ്യത്യാസപ്പെടുന്നില്ല, സി കുറഞ്ഞിട്ട് കൂടുന്നു, ഡി കൂടുന്നു. അപ്പോൾ ഈ ഡി ബ്രോഗ്ലി തരംഗദൈർഘ്യം നമ്മൾ നേരത്തെ ഡാവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഡി ബ്രോഗ്ലി പറഞ്ഞത് എന്താണ്? ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസിൽ ഡി ബ്രോഗ്ലി പറഞ്ഞത് എന്താണ്? ഏതൊരു മാറ്ററും വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്ന ഏതൊരു പാർട്ടിക്കിളും വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ വേവ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡി ബ്രോഗ്ലി ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു. ആ ഇക്വേഷൻ എന്താന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡി ബ്രോഗ്ലി പറഞ്ഞത് പദാർത്ഥങ്ങളുടെ ദ്വൈത്യ സ്വഭാവത്തെ പറ്റി ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത് ഡി ബ്രോഗ്ലിയാണ്. അപ്പോൾ പദാർത്ഥത്തിന് കണികാ സ്വഭാവവുമുണ്ട്, തരംഗ സ്വഭാവവുമുണ്ട്. അതായത് ഏതൊരു പാർട്ടിക്കിളും കണികകൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ പോലെയുള്ള കണികകളായിട്ട് എക്സിസ്റ്റ് ചെയ്യും, അതുപോലെ അവ വേവ്സും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ ഏതൊരു പദാർത്ഥവും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവിനെയാണ് ഡി ബ്രോഗ്ലി വേവ് എന്ന് പറയുന്നത്. അപ്പൊ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. ഇക്വേഷൻ ഇതാണ്. വേവ് ലെങ്ത്തിന്റെ സിമ്പിൾ നമുക്കറിയാം അല്ലെ, ലാംഡയാണ് വേവ് ലെങ്ത്. അപ്പൊ ലാംഡ ഈക്വൽ ടു h/mv, ഇതാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ലാംഡ ഈക്വൽ ടു h/mv. ഇതിൽ ലാംഡ എന്ന് പറയുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. m എന്ന് പറയുന്നത് ഏത് പാർട്ടിക്കിളിന്റെ ആണോ വേവ് ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ മാസ് ആണ് m എന്ന് പറയുന്നത്. v എന്ന് പറയുന്നത് ആ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തില് വെലോസിറ്റി, അതായത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ മാസും തരംഗദൈർഘ്യവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ. അതായത് പാർട്ടിക്കിളിന്റെ മാസ് കൂടുന്തോറും ഡി ബ്രോഗ്ലി തരംഗദൈർഘ്യം എന്താണ് പറ്റുന്നതെന്ന്.
അപ്പോൾ ഇക്വേഷൻ എന്താണ്? ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ തരംഗ ദൈർഘ്യം ലാംഡ, എം ആണ് മാസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താണ് മനസ്സിലാവുന്നത്? അതായത് ഈ ഒരു ലാംഡ എന്ന് പറയുന്ന വാല്യൂ കൂടുമ്പോൾ എമ്മിന്റെ വാല്യൂ എന്താണ്? കുറവായിരിക്കും അല്ലെ? അതായത് എമ്മിന്റെ വാല്യൂ മാസ് കുറയുമ്പോൾ ലാംഡ കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ മാസ് കുറവുള്ള പാർട്ടിക്കിളിന് തരംഗ ദൈർഘ്യം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മാസ് കൂടിയ പാർട്ടിക്കിളിന് തരംഗ ദൈർഘ്യം കുറവായിരിക്കും. അപ്പോൾ ഇലക്ട്രോണ്, പ്രോട്ടോണ് തുടങ്ങിയ മൈന്യൂട്ടായ പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന തരംഗത്തിന്റെ തരംഗ ദൈർഘ്യം കൂടുതലായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ആ ഒരു തരംഗം വരിക? നമുക്ക് നോക്കാം അല്ലെ. എങ്ങനെയാണ് വരുന്നത്? ഇത്രയും തരംഗ ദൈർഘ്യം കൂടുതലായിട്ടുള്ള തരംഗമാണ് മൈന്യൂട്ട് പാർട്ടിക്കിളിന്റെ കേസിൽ ഉണ്ടാവുന്നത്. തരംഗ ദൈർഘ്യം കൂടിയ തരംഗങ്ങൾ. ഇനി മാസ് കൂടിയ വസ്തുക്കളാണെങ്കിൽ തരംഗ ദൈർഘ്യം കുറവായിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് വരിക? വളരെ അടുത്തിട്ടുള്ള തരംഗമാണ് വരിക. അതായത് തരംഗ ദൈർഘ്യം കുറഞ്ഞിട്ട് ഇതുപോലെ വളരെ അടുത്തിട്ടുള്ള തരംഗമാണ് വരുന്നത്. അപ്പോൾ മനസ്സിലാകുന്നത് മാസ് കൂടിയ പദാർത്ഥങ്ങളാണെങ്കിൽ, മാസ് കൂടിയ പദാർത്ഥങ്ങൾക്ക് തരംഗ ദൈർഘ്യം കുറവായിരിക്കും, മാസ് കുറഞ്ഞവയ്ക്ക് തരംഗ ദൈർഘ്യം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. എന്താണ്? പാർട്ടിക്കിളിന്റെ മാസ് കുറയും തോറും തരംഗ ദൈർഘ്യം അവ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. അപ്പോൾ പാർട്ടിക്കിളിന്റെ മാസ് കുറയും തോറും തരംഗ ദൈർഘ്യത്തിന് എന്താണ് പറ്റുന്നത്? തരംഗ ദൈർഘ്യം കൂടുകയാണ് ചെയ്യുന്നത്. തരംഗ ദൈർഘ്യം കൂടുന്നു. ക്ലിയർ ആണല്ലോ? ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്ലാങ്ക് സ്ഥിരാങ്കത്തിന്റെ മൂല്യം ഡാഷ് ആണ്. പ്ലാങ്ക് സ്ഥിരാങ്കത്തിന്റെ മൂല്യം ഡാഷ് ആണ്. ഓപ്ഷൻ എ 6.625 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്. ഓപ്ഷൻ ബി 6.625 ഇൻറ്റു 10⁻⁻34 ജൂൾ പെർ സെക്കൻഡ്. സി 6.625 ഇൻറ്റു 10⁻⁻34 ജൂൾ പെർ കെൽവിൻ. ഡി 6.625 ഇൻറ്റു 10⁻⁻34 ജൂൾ കെൽവിൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. പ്ലാങ്ക് സ്ഥിരാങ്കത്തിന്റെ മൂല്യം ചോദിച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നോക്ക്, എല്ലാത്തിൻ്റെയും മൂല്യം ഒന്ന് തന്നെയാണ് തന്നിട്ടുള്ളത്. എന്തിലാണ് അവർ വ്യത്യാസം വരുത്തിയത്? അതിന്റെ യൂണിറ്റിലാണ് വ്യത്യാസം വരുത്തിയത്. അപ്പോൾ ഏതൊരു കോൺസ്റ്റന്റ് നമ്മൾ പഠിക്കുമ്പോഴും കൃത്യമായിട്ട് അതിന്റെ വാല്യൂവും അതിന്റെ കൂടെ അതിന്റെ ഒരു യൂണിറ്റും കൂടെ പഠിക്കണം. അപ്പൊ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അത് നമുക്ക് കിട്ടും 6.625 ഇൻറ്റു 10⁻⁻34 ആണ് വാല്യൂ. പക്ഷെ യൂണിറ്റ് എന്താണ്? ഈ ഒരു പ്ലാങ്ക് സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് അത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ മാക്സ് പ്ലാങ്ക് അദ്ദേഹത്തിന്റെ ക്വാണ്ടം മെക്കാനിക് തിയറിയിൽ പറഞ്ഞിട്ടുള്ളത് ഏതൊരു പാർട്ടിക്കിളും, അതായത് അതിനൊരു എനർജി ഉണ്ടാവും. ഫോട്ടോണിന്റെ കേസാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. അതിനൊരു എനർജി ഉണ്ടാവും. ആ എനർജി എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ E = H ന്യൂ എന്നൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാകാം. ആ H ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ നമ്മൾ കണ്ടു 6.625 ഇൻറ്റു 10⁻⁻34. ഇനി അതിന്റെ യൂണിറ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നോക്കൂ, ഇതിന്റെ അകത്ത് എച്ചിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? E/ന്യൂ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. E/ന്യൂ എന്ന് എഴുതാം. ഇനി എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ന്യൂ എന്ന് പറയുന്നത് എന്താ? ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഹെഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് നമ്മുടെ എച്ചിന്റെ യൂണിറ്റ് എന്ത് കിട്ടും? ഈ ഒരു സെക്കൻഡ് ഇൻവേഴ്സ് മുകളിലേക്ക് പോകും. അപ്പോൾ എന്ത് കിട്ടും? ജൂൾ സെക്കൻഡ്. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താണ് വരുന്നത്? ജൂൾ സെക്കൻഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റ് കിട്ടിയത് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. പ്ലാങ്ക് സ്ഥിരാങ്കത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് 6.625 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷനിൽ ജൂൾ പെർ സെക്കൻഡും ജൂൾ സെക്കൻഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കോൺസ്റ്റന്റ്, നമുക്ക് കെമിസ്ട്രിയിൽ ഒരുപാട് കോൺസ്റ്റന്റിന്റെ വാല്യൂ പഠിക്കാനുണ്ട് അല്ലേ. അതായത് റിഡ്ബർഗ് കോൺസ്റ്റന്റ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, അങ്ങനെ നിരവധി കോൺസ്റ്റന്റ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വാല്യൂയുടെ കൂടെ അതിന്റെ യൂണിറ്റും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും ക്വസ്റ്റ്യൻസും അതിന്റെ കൺസെപ്റ്റും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സമഗ്ര അക്കാദമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് HSA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഹൈസ്കൂൾ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സമഗ്ര അക്കാദമിയുടെ HSA കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സമഗ്ര അക്കാദമി നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നീ സബ്ജക്റ്റുകളിൽ HSA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിന് 3,333 റുപ്പീസാണ് വില വരുന്നത്. ഇനി ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ 8157914436 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിലൊരു ഓഫർ ഉണ്ട്. അതായത് HSA PS AKSH എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് 3,250 റുപ്പീസിന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ചിട്ടയായ ഒരു പഠനത്തിലൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണിത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.